ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 1 kg മാംഗോ കേക്കിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ബേക്കിങ്ങും ഫ്രോസ്റ്റിങ്ങും എല്ലാം മുഴുവനായി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വന്നിട്ടുള്ളതും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതും ഈ മാംഗോ കേക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല. അപ്പോൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് എല്ലാം 3 വട്ടം ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളെടുത്ത് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചിടുക. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിലാണെങ്കിൽ തണുപ്പ് പോയതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ മുട്ട എല്ലാം ചേർത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാം. അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട്. അത് മുട്ട ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം കുറച്ചായി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നല്ല വൈറ്റ് കളറാകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഓയിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓവർ ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സായാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചായി ചേർത്ത് ഒരു വിസ്ക് കൊണ്ടോ, ഞാൻ ബീറ്ററിൻ്റെ ബ്ലേഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അതും ഇടയ്ക്കിടയ്ക്കായി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ പതുക്കെ വേണം മിക്സ് ചെയ്യാൻ. വളരെ പതുക്കെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ താന്നു പോകും. ഇനി നമ്മളിവിടെ മാംഗോ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ടൈഗറിൻ്റെ മാംഗോ മിക്സാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 kg കേക്കിന് വേണ്ടി. അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി വിസ്ക് മാറ്റി നമുക്ക് ഒരു സ്പാച്ചുല വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നാൽ മാത്രമേ നല്ലതുപോലെ മിക്സായി കിട്ടൂ. നമ്മൾ ഒഴിച്ചിട്ടുള്ള പാലെല്ലാം അടിയിൽ ഇതുപോലെ കിടക്കുന്നുണ്ടാകും. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടിയും നല്ലതുപോലെ മിക്സായിട്ട് ഉണ്ടാകില്ല, അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ സ്പാച്ചുല വെച്ച് മിക്സാക്കുമ്പോൾ മാത്രമേ നല്ലതുപോലെ മിക്സായി കിട്ടൂ. അപ്പോൾ പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ കേക്ക് ബാറ്ററെല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കണം.
ഇനി നമുക്ക് ഒരു 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം കേക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത്, നമ്മൾ ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്, ഗ്യാസ് ടോപ്പിലാണ്. അപ്പോൾ പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുള്ള ബാറ്റർ എടുത്ത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 30-35 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരും. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു 35 മിനിറ്റ് ആയപ്പോൾ എനിക്ക് കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുത്തി നോക്കിയപ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി കേക്ക് തണുത്തതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ 1 കപ്പ് ക്രീം ബീറ്റ് ചെയ്ത് അതിൽ പകുതി ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആക്കി കൊടുക്കാം. 1 കപ്പ് ചോക്ലേറ്റും 1/2 കപ്പ് ക്രീമും കൂടി മെൽറ്റ് ചെയ്തിട്ടാണ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയത്. അതിലേക്ക് നമ്മുടെ ടൈഗറിൻ്റെ മാംഗോ മിക്സ് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഗനാഷ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് ക്രീമിലേക്കും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കേക്കിൻ്റെ ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീമാണ്. അപ്പോൾ നമുക്ക് കേക്ക് ഒന്ന് 3ആയി ഒന്ന് ലെയർ ചെയ്തെടുക്കണം. അതിനുശേഷം ഷുഗർ സിറപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അത് ചൂടാറിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കേക്കിലേക്ക് ഷുഗർ സിറപ്പായിട്ട് ചേർക്കുന്നത്. നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ കേക്ക് ബേസാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ബേസിലേക്ക് കുറച്ച് ക്രീം ഒന്ന് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്ത് പോകുമ്പോഴൊക്കെ കേക്ക് സൈഡിലേക്ക് തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് നല്ലതുപോലെ ക്രീം ആക്കി കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. അതിനുശേഷം ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം ഒന്ന് നല്ലതുപോലെ ലെവൽ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ആക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് മാംഗോ ക്രഷാണ് ആക്കി കൊടുക്കുന്നത്. അത് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് അടുത്ത ലെയറും വെച്ച് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ലെയറിലും നമുക്ക് അതുപോലെ തന്നെ ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം.
10 മിനിറ്റ് കേക്ക് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അതിനായി ക്രീമിലേക്ക് ഞാൻ കുറച്ച് മാംഗോയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഒരുപാട് വേണ്ട, ഒരു 2-3 ഡ്രോപ്സ് മതി. കേക്കിൻ്റെ ബോർഡറിലും കൂടി ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ N1 നോസിലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതുപോലത്തെ ഡിസൈൻ കിട്ടും. അപ്പോൾ അതും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.